ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഡിസംബർ മാസത്തിലെ നമ്മുടെ ടു വീലർ EV സെഗ്മെൻറ്റിലെ സെയിൽസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒക്ടോബർ നവംബർ മാസം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സെയിൽസാണ് ഡിസംബർ നടന്നിട്ടുള്ളൂ. അപ്പോൾ വേറെ കാരണമൊന്നുമല്ല, അത് മെയിൻലി നമുക്കിപ്പോൾ അറിയാമല്ലോ, ഒക്ടോബർ നവംബർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ധാരാളം ഓഫേഴ്സ് എല്ലാ കമ്പനികളും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കാരണമാണ് ആ സെയിൽസ് കൂടുതൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിസംബർ ആകുമ്പോൾ ആക്ച്വലി കുറച്ചും പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തായാലും നമുക്ക് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സെയിൽസേ നടന്നിട്ടുള്ളൂ. എല്ലാം കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രീവിയസ് നമ്മളൊരു 2 മാസം റിപ്പോർട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സെയിൽസ് ഡിസംബർ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നത് അതിനെക്കുറിച്ചാണ്. അതായത് ടോപ്പ് 10 ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് നോക്കാൻ പോകുന്നത്. മെയിൻലി നമ്മൾ ടു വീലേഴ്സ് ആണ് നോക്കുന്നത്, അതായത് സ്കൂട്ടർ സെഗ്മെന്റ് ആണ് നോക്കുന്നത്. ബൈക്ക് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ടു വീലർ സെഗ്മെന്റിൽ സ്കൂട്ടർ സെഗ്മെന്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഏതാണ് കൂടുതൽ സെയിൽസ് ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ വണ്ടി നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ സെയിൽസ് ആണെന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നോക്കിയെടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്ന മുന്നേയായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ നമ്മൾ ടോപ്പ് 10ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇലക്ട്രിക് CVയുടെ വണ്ടിയാണ്. അത് നമ്മൾ നവംബർ മാസം നോക്കുകയാണെങ്കിൽ അവർക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചത് 1297 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിരുന്നു. അതേ സ്ഥാനത്ത് നമ്മൾ ഡിസംബർ ആയപ്പോൾ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. അതായത് 769 യൂണിറ്റ്സ് മാത്രമാണ് സെയിൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എബോവ് 50% റിഡക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല സെയിൽസ് നടന്ന വണ്ടിയാണ് ഇലക്ട്രിക് CV. അപ്പോൾ അവർക്ക് ആക്ച്വലി ഇന്ന് 769 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അടുത്ത നമ്മൾ 9ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കിനാവയുടെ വണ്ടിയാണ് നിൽക്കുന്നത്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1258 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചു. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ 965 യൂണിറ്റ്സ് മാത്രമേ സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ടോപ്പ് 3 വണ്ടിയാണ്. ലാസ്റ്റ് ഇയറിലാണെങ്കിൽ ടോപ്പ് 3 വണ്ടിയാണ്. ഇപ്പോൾ ആക്ച്വലി 9ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് പറയാം എന്തുമാത്രം ടൈറ്റ് കോമ്പറ്റീഷനാണ് EV സെഗ്മെന്റ് നടക്കുന്നുള്ള എക്സാമ്പിളാണ് കാണുന്നത്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒക്കിനാവ വന്നിട്ട് നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ EVയിൽ നല്ല ടോപ്പ് വണ്ടിയായിരുന്നു അത്. പക്ഷേ നമുക്ക് ഫെയിം ടു സബ്സിഡി റിഡക്ഷനൊക്കെ വന്നപ്പോഴാണ് അവർക്ക് തീർച്ചയായും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. അങ്ങനെയാണ് 9ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ 8ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗോസ് ഓട്ടോസ് വണ്ടിയാണ് 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1606 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിരുന്നു. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ 1214 യൂണിറ്റ്സ് മാത്രമേ സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അടുത്ത നമ്മൾ 7ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോയ് ബൈക്കാണ്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1188 യൂണിറ്റ് സെയിൽ ചെയ്യാൻ സാധിച്ചു. അതേ സ്ഥാനത്ത് നമുക്ക് ഡിസംബർ ആയപ്പോൾ കുറച്ച് ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, 1407 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യമായ ഗ്രോത്ത് ആണ് ജോയ് ബൈക്കിൽ കാണിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ 6ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോൻ്റെ വിഡയാണ് നിൽക്കുന്നത്. ഈ വിഡ V1 Pro ആണ് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 3 മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നത്. കാരണം ധാരാളം ഓഫേഴ്സാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ഓഫേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ഹീറോ വിഡ. അപ്പോൾ വേറൊരു കാരണം ഇതിലുള്ളത് നമുക്കിപ്പോൾ റിമൂവൽ ബാറ്ററി വരുന്നൊരു വണ്ടി ഹീറോ വിഡ മാത്രമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സ് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹീറോ വിഡ ആയിരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ്. കാരണം നിങ്ങളുടെ പാർക്കിംഗ് ലോട്ടിൽ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, അതിൻ്റെ ചാർജിങ് ഓപ്ഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും റിമൂവൽ ബാറ്ററി ഉള്ളതാണ് നല്ലത്. അപ്പോൾ അത് കാരണം ധാരാളം ആൾക്കാരാണ് വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ വണ്ടിക്ക് വല്ലാതെ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു, ധാരാളം ഒരു ഓഫേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് അത്രയും വണ്ടി വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പറ്റിയെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇപ്പോൾ ഈ മാസമായിട്ട് അവർക്ക് സെയിൽസ് കുറച്ച് ഡൗൺ ആണ്. വേറെ ഒന്നല്ല, അവർ ഓഫേഴ്സ് കുറച്ച് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 38,500 സംതിങ് ഓഫർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട്, ഞാൻ ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക. അപ്പോൾ കാണാത്ത ആൾക്കാരുടെ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി നല്ലൊരു വണ്ടിയായിരുന്നു അത്. പക്ഷേ അവർക്ക് കുറച്ച് ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ധാരാളം ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. കാരണം കുറേ വാട്ടർ ലീക്കേജും അങ്ങനെ കുറേ ബിൽഡ് ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ മാസം അവർക്ക് സെയിൽസ് കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 3043 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിരുന്നു. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ നേരെ പകുതിയോളായിട്ടുണ്ട്. അതായത് 1592 യൂണിറ്റ്സ് മാത്രമാണ് സെയിൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ ബുക്കിംഗ്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് വേറെ ഇപ്പോൾ ബജാജ് ഏതൊക്കെയിലേക്കോ അല്ലെങ്കിൽ ഏതറിലേക്കോ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് അവർക്ക് തീർച്ചയായിട്ടും റിഡക്ഷൻ വന്നിരിക്കുന്നത്. എൻ്റെ സെയിൽസിൽ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. 5ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആംബിയർ ഇലക്ട്രിക് ആണ്. ഗ്രീവിയസ് മോട്ടോഴ്സിൻ്റെ ആംബിയർ ഇലക്ട്രിക് ആണ് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മളിപ്പോൾ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 4412 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ 2974 യൂണിറ്റ്സ് മാത്രമാണ് സെയിൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ കാര്യമായ റിഡക്ഷനാണ് ആംബിയറിൻ്റെ കേസിലും കാണുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 4ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതറിൻ്റെ വണ്ടികളാണ്. ഏതറൊക്കെ സെയിൽ ചെയ്യാൻ സാധിച്ചത് നവംബർ മാസത്തിൽ 9256 യൂണിറ്റ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ 6481 യൂണിറ്റ്സിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായ ഡ്രോപ്പാണ് ഏതറിൻ്റെ കേസിൽ കാണുന്നത്. അത് വേറൊരു കാര്യം കൊണ്ടല്ല, അതിന് ആക്ച്വലി പ്രൈസിങ് തന്നെയാണ്. കാരണം വണ്ടിയൊക്കെ നല്ലതാണ്, ധാരാളം എന്താ പറയുക നല്ല ഫീച്ചേഴ്സ് എല്ലാം കൊണ്ട് നല്ല വണ്ടികൾ തന്നെയാണ്. കാരണം കുറേ മോഡൽസ് അവർക്കുണ്ട്. പക്ഷേ അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ കാരണം വന്നിട്ട് എൻ്റെ പ്രൈസ് തന്നെയാണ്. കാരണം വെച്ചാൽ ഓവർ പ്രൈസ്ഡ് ആണ് ഏതർ. ആക്ച്വലി നമുക്ക് ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ലതായതുകൊണ്ട് തീർച്ചയായും കുറച്ച് പ്രൈസ് കൂടുന്നത് നല്ലതാണ്. പക്ഷേ ഇത്രയും കൂടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ അത് കാരണമാണ് തീർച്ചയായിട്ടും എൻ്റെ സെയിൽസ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മനസ്സിലാക്കിയിട്ട് എൻ്റെ റേറ്റ് കുറയ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എൻ്റെ സെയിൽസിന് ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ കാര്യമായി അഫക്റ്റ് ചെയ്യുന്നതന്നെയാണ്. അങ്ങനെ വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സെയിൽസ്. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു ഏതൊരു മനസ്സിലാക്കിയിട്ട് എൻ്റെ റേറ്റ് കുറച്ചിട്ട് റീസണബിൾ റേറ്റിൽ ഏതൊരു വിൽക്കും നമുക്ക് പ്രതീക്ഷിക്കാം.
എന്തായാലും ഇപ്പോൾ കറൻ്റ് പറയുകയാണെങ്കിൽ 4ാം സ്ഥാനത്താണ് ഏതർ നിൽക്കുന്നത് ഈ മാസം റിപ്പോർട്ടിൽ. അടുത്ത നമ്മൾ ടോപ്പ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും പോലെ ഈ മാസം ബജാജിന് ചേതക്കാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം വന്നിട്ട് തന്നെ പ്രൈസ് റിഡക്ഷൻ തന്നെയാണ്. കാരണം കുറേ ആൾക്കാർക്ക് നല്ലൊരു പ്രൈസ് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്കാരായതുകൊണ്ട് വണ്ടി ബുക്ക് ചെയ്യാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് കാണുന്നത് കുറേ നാളായിട്ട്. കാരണം എനിക്കത് 3-4 മാസമായിട്ട് ബജാജിൻ്റെ ചേതക്കാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ചേതകിൻ്റെ കേസിൽ മെയിൻലി ഉള്ളത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. കാരണം കുറച്ച് സോളിഡ് ബിൽഡ് വണ്ടിയാണ്, മെറ്റൽ ബോഡിയാണ് വരുന്നത്. കൂടാതെ അതിൻ്റെ വില ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അതിൽ പ്രിഫർ ചെയ്യാനുള്ള മെയിൻ കാരണം ഇത് രണ്ട് തന്നെയാണ്. കാരണം സോളിഡ് ബിൽഡ് വണ്ടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും അതേ പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ വേറെ കാര്യമുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് BLDC മോട്ടർ വെച്ചിട്ട് ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതർ അല്ലെങ്കിൽ ഓലയ്ക്കോ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയായിട്ട് ബജാജിന് ചേതക്ക് മാറുന്നതായി സംശയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത മാസം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെയിൽസ് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം BLDC മോട്ടോഴ്സ് വരികയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും 1 lakh താഴെ വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ക്ലിക്കാൻ ചാൻസ് ഉള്ള വണ്ടി തന്നെ ബജാജ് ചേതക്ക്. അവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ധാരാളം വണ്ടിയാണ് ഇറങ്ങുന്നത്. ബജാജ് ചേതക്ക് നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ലെവൽ നോക്കിയാൽ തന്നെ ധാരാളം വണ്ടിയിൽ ഇറങ്ങുന്നുണ്ട്. നമ്മൾ കേരളത്തെ കേസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബജാജ് ചേതക്കിന് വളരെ കുറച്ച് വണ്ടിയിൽ കിട്ടാറുണ്ടായുള്ളൂ. അതായത് ഇപ്പം എൻ്റെ എൻ്റെ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള കുറേ ഡിലേസ് ഒക്കെ വന്നതുകൊണ്ട് അത് കാരണം ആൾക്കാർ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചിപ്പിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ബജാജ് ചേതക്ക് കുറച്ച് ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരൊക്കെ റെഡി ആക്കിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 3-4 മാസമായിട്ട് 3ാം സ്ഥാനത്തിനാണ് ബജാജ് ചേതക്ക് നിൽക്കുന്നത്. നമ്മളിപ്പോൾ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 11,810 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചു. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ 10,323. പക്ഷേ എനിക്കൊന്നത് കാര്യമായ ഡ്രോപ്പ് അതിൽ കാണിക്കുന്നില്ല. കാരണം ഇപ്പം BLDC മോട്ടോർ വെച്ചുള്ള വേരിയൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും സെയിൽസ് ഇമ്പ്രൂവ് ആകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതറിന് ഓലയ്ക്കൊക്കെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തിട്ട് 1ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്കോ അടുത്ത മാസം ഇത് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതായത് ബജാജ് ചേതക്ക് മേ ബി 2ാം പൊസിഷനിലേക്ക് വരാൻ ചാൻസസ് കൂടുതൽ വണ്ടി തന്നെയാണത്. അടുത്ത നമ്മൾ ടോപ്പ് 2 നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് TVSൻ്റെ iQube ആണ്. അവർക്ക് നവംബർ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 19,076 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചു. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ 12,216 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ കാര്യമായ റിഡക്ഷനാണ് TVSൻ്റെ കേസിലും കാണുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വലിയ റിഡക്ഷൻ എനിക്ക് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പം 19,000 വണ്ടി അല്ലെങ്കിൽ 12,000 വണ്ടി എന്നൊക്കെ പറയുന്നത് TVSൻ്റെ കേസിൽ നല്ലൊരു സ്കോർ തന്നെയാണ്, നല്ലൊരു വാല്യൂ തന്നെയാണ്. കാരണം പണ്ടത്തെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര സെയിൽസ് നടക്കാത്തൊരു വണ്ടിയായിരുന്നു അത്. പക്ഷേ ഇപ്പം നല്ല ഭംഗിയായിട്ട് മേളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് 2 എത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും. ഓലയ്ക്കെല്ലാം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണത്. അടുത്ത നമ്മൾ 1ാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ വെഹിക്കിൾസാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്കിപ്പോൾ നമ്മുടെ ഇപ്പം 29,908 യൂണിറ്റ്സ് ആണ് നവംബറിൽ സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ 30,219. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു വലിയ ഗ്രോത്ത് ആയിട്ട് കാണാൻ തോന്നുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഓലയുടെ S1 X+ എന്നുള്ള വണ്ടി 90,000 രൂപയ്ക്ക് ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് വണ്ടി വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് അത്രയും ഒരു ബുക്കിംഗ്സ് വന്നുകൊണ്ട് അത്രയും സെയിൽസ് ഫിഗേഴ്സ് കാണിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഓല അത് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ആഫ്റ്റർ സെയിൽ സർവീസിലേക്കാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി റെഡിയാക്കുകയാണ് തീർച്ചയായിട്ടും നല്ല വണ്ടി തന്നെയായിരിക്കും ഓല. ഇപ്പോൾ എല്ലാ ആൾക്കാരും ആഗ്രഹമായിരിക്കും നല്ല പെർഫോമിംഗ് വണ്ടി എടുക്കുക എന്നുള്ള നല്ലൊരു ആഗ്രഹം എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ അതിൽ ആഫ്റ്റർ സെയിൽ സർവീസും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ആക്ച്വലി ഒരു 1ാം സ്ഥാനം നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ബജാജിൻ്റെ ചെയ്തൊക്കെ അല്ലെങ്കിൽ TVSൻ്റെ iQube എല്ലാം മേടിക്കാൻ ചാൻസ് എന്നാണ് വളരെ കൂടുതൽ എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം മെജോറിറ്റി ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ആക്ച്വലി ഒരു എക്കണോമിക്കൽ വണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടും അധികം ഫീച്ചേഴ്സൊന്നും അധികം എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ച് യൂത്ത് ആൾക്കാർ മാത്രമാണ് ഇത് ഫീച്ചേഴ്സൊക്കെ നോക്കുന്നുള്ളൂ. ഇപ്പം ബജാജിൻ്റെ ചേതക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആക്ച്വലി ഒരു സ്വിച്ചസ് മാത്രമാണ്. അപ്പോൾ ടച്ച് സ്ക്രീൻ തന്നെ എന്തില്ല. പക്ഷേ എന്നിട്ട് നല്ലോണം സെയിൽസ് വരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ആൾക്കാർക്ക് വേണ്ടത് ഒരു എക്കണോമിക്കൽ വെഹിക്കിളാണ്. നമ്മളിപ്പം 1-1.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ ആ റേഞ്ചിലേക്ക് വണ്ടി എല്ലാവരും കൊണ്ടുവരികയാണെങ്കിൽ നല്ല കാര്യമായ സെയിൽസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് ഈ സെഗ്മെൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കമ്പനികളും മനസ്സിലാക്കിയിട്ട് ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ചെയ്തിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ആദ്യമേ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.